ഹലോ, ഈസി റെസിപ്പിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റുള്ള, കുറേ ദിവസം കേടുവരാതെയൊക്കെ ഇരിക്കുന്ന റവ ലഡു ആണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിനായി ആവശ്യമുള്ളത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിനായി 100 ഗ്രാം നിലക്കടല, 100 ഗ്രാം കാഷ്യൂനട്ട്, കുറച്ച് ഉണക്കമുന്തിരി, 4 ഗ്രാമ്പൂ, 6 ഏലക്കായ എന്നിവയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് നെയ്യ് ചൂടാക്കി അതിലേക്ക് ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം അതേ നെയ്യിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്യൂനട്ടും ഗ്രൗണ്ട് നട്ടും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഏലക്കായും ഗ്രാമ്പൂവും കൂടി അതിലിട്ട് വറുത്തിട്ടുണ്ട്. അതേ നെയ്യിൽ തന്നെ റവയും കൂടി വറുത്തെടുക്കണം. 1/2 കിലോ റവയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ റവയ്ക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. റവ ഒന്ന് നന്നായിട്ട് വറുത്ത റവയാണ്, എന്നാലും ഒന്നും കൂടി വറുത്തെടുക്കാം. 1/2 കിലോ റവയ്ക്ക് 1/4 കിലോ കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. കടലമാവും പിന്നെ അരമുറി തേങ്ങയും ചേർക്കണം. തേങ്ങയും കടലമാവും കൂടി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാം നന്നായിട്ട് വറുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറേ ദിവസം കേടുവരാതെ ഇരിക്കും. ഇപ്പോൾ റവ നന്നായിട്ട് വറുത്തിട്ടുള്ളൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി കടലമാവും തേങ്ങയും കൂടിയിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കടലമാവൊക്കെ കരിഞ്ഞു പോവും. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കടലമാവും തേങ്ങയും കൂടി നന്നായി വറുത്ത് കഴിഞ്ഞു. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗണൊക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എല്ലാം കൂടി നമുക്കിനി പൊടിച്ചെടുക്കണം. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം. എല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യത്തെ പ്രാവശ്യം പൊടിച്ചു, രണ്ടാമതും ഗ്രൗണ്ട് നട്ടും എല്ലാ നട്ട്സും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് പൊടിക്കാം. കടലമാവ് വറുത്തതും എല്ലാം കൂടിയിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നട്ട്സൊക്കെ എത്ര കൂടുതലിട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ ബദാം കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ ബദാം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കാഷ്യൂനട്ടും ഗ്രൗണ്ട് നട്ടൊക്കെയാണ് ഇട്ടത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. നട്ട്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ലഡുവൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. സ്വീറ്റ്സൊക്കെ ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. പൊടിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. 1 കപ്പ് പാൽ തിളപ്പിച്ച് വെക്കണം. പാൽ ചൂടാറുമ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ച മിക്സിലേക്ക് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് ചൂടാറി വെച്ചിരിക്കുന്ന പാലും ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് 4 സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് കൊടുക്കാം. പാലും ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പാലൊഴിച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ഡബ്ബയിലാക്കി കുറേ ദിവസം കേടുവരാതെ സൂക്ഷിച്ചു വയ്ക്കാനും പറ്റുന്നതാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.